ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വഴുതിരിങ്ങക്കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സവോള വേണമെങ്കിൽ നിങ്ങൾക്ക് സവോള എടുക്കുക. പിന്നെ 2 തക്കാളി, അപ്പോൾ ഒരു 5-8 വഴുതിരിങ്ങ എടുത്തിട്ടുണ്ട്. ചെറുതാണിത്. അപ്പോൾ നമുക്ക് ആദ്യമൊന്ന് മല്ലി മൂപ്പിച്ചെടുക്കുക. എൻ്റെ കയ്യിൽ മല്ലിപ്പൊടി ഇല്ല, കഴിഞ്ഞിട്ട് 2 ദിവസമായി മേടിച്ചിട്ടില്ല, കടയിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ മല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, അരച്ചെടുക്കണം. നമുക്ക് മല്ലി വറുത്തെടുക്കുക, മല്ലി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടിയാണെങ്കിൽ നമ്മൾ പൊടികൾ ചേർക്കുമ്പോൾ ചേർക്കുക മതി കേട്ടോ. മല്ലിയായ കാരണം നമ്മൾ വറുത്തെടുക്കുകയാണ്. മല്ലി ആയിട്ടുണ്ട്. നമുക്കിതിൽ ഒരു അരമുറി തേങ്ങ ഇട്ട് കൊടുക്കുക. നമ്മുടെ മല്ലി തേങ്ങയൊക്കെ ഇവിടെ വറുത്തിട്ടുണ്ട്. ഇത് വാങ്ങി വയ്ക്കുക. ഉരുളി വെച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിക്കുക കേട്ടോ. ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുള്ള, സവോള വേണമെങ്കിലും സവോള എടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ മുഴുവനോടെ ഇടണ, മുറിക്കണില്ല. നമുക്ക് 3-4 പച്ചമുളക്, 3 പച്ചമുളക് കേട്ടോ. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇതിൽ ചേർക്കാം. അപ്പോൾ വലിയ വെളുത്തുള്ളി വരുമ്പോൾ അപ്പോൾ 2-3 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഒരുപാട് വഴണ്ടൊന്നും കിട്ടണ്ട കേട്ടോ. ഉള്ളി ഒന്ന് വഴണ്ടാൽ മതി. നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വഴണ്ടിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, ഈ ടീസ്പൂണാണ് കേട്ടോ. ഈ ടീസ്പൂണ് ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല. അപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല. മല്ലി നമ്മൾ തേങ്ങയും കൂടി റോസ്റ്റ് ചെയ്തെടുക്കുക ചെയ്ത്. ഇതിൻ്റെ പച്ചമണം വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് മുളക് പൊടി, ചിക്കൻ മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് കേട്ടോ. നിങ്ങൾക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുക. ഇത് വഴുതിരിങ്ങയാണ്. അപ്പോൾ പെട്ടെന്ന് വേവും. നമ്മുടെ വഴുതിരിങ്ങ വെന്തിട്ടുണ്ട്. നമുക്ക് മല്ലിയും തേങ്ങയും കൂടി അരച്ചത് ഇതിലേക്ക് ചേർക്കുക. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം.
കുറച്ചും കൂടി വെള്ളം ചേർക്കാം. തിളച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്ക് കറി വാങ്ങിയിട്ട് നമുക്ക് കറി വറുത്തില്ല. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക. ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മുടെ വഴുതിനങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ. ചോറിനൊക്കെ ഒഴിച്ച് കറി